ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമി വ്യാഴാഴ്ചയായിട്ട് നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സോ 1-2 കട്ട് ഇൻ എ എന്ന് പറഞ്ഞിട്ടൊരു പാക്കാണ്. സോ ഇതിൽ കിടിലം പ്ലേസാണ് വന്നിരിക്കുന്നത്. ഒരു നമ്മുടെ ഗുള്ളിച്ച്, നമ്മുടെ ഗെയിമിലെ തന്നെ ഏറ്റവും പെട കാർഡാണ് ഗുള്ളിച്ച്. സോ മൂപ്പര് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നെറ്റ് വേഡ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം 2 പേരെ വന്ന് പ്ലേസ് വെച്ച് കഴിഞ്ഞാൽ 2 ഷോർട്ട് ടൈമാണ്. ഒരു നമ്മുടെ ക്യൂക്യൂറസും ഒരു നമ്മുടെ മുസിയലും. സോ 4 കാർഡും അടിപൊളി തന്നെയാണ്. ഇത് നമ്മുടെ ഗുള്ളിച്ച് നോക്കുകയാണെങ്കിൽ വന്നിരിക്കുന്നത് ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് മാഗ്നറ്റിക് ഫീറ്റ് എന്ന സ്കില്ലാണ്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് ബേഡ് നോക്കുകയാണെങ്കിൽ ഫിനോൽ പാസ് പ്ലസ് ലോ സ്ക്രീമറാണ് കേട്ടോ ഉള്ള സ്കില്ല് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്യൂക്യൂറസ് നോക്കുകയാണെങ്കിൽ വിൽ പവർ പ്ലസ് ഫിനോൽ ഫിനിഷിംഗ് ആണ് ആളുടെ സ്കില്ല്. പിന്നെ മൂവ്മെൻറ്റ് ട്രിബിൾ പ്ലസ് ഫിനോൽ പാസ്സാണ് നമ്മുടെ മുസിയയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 4 കാർഡും ടോപ്പാണ്, ഒരു രക്ഷയില്ല. ഇതിൽ നമ്മുടെ ടാർഗറ്റ് പറയുന്നത് നമ്മുടെ ഗുള്ളിറ്റും നെറ്റ് വേർഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജെസിൽ ബ്രോഡ് അക്കൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് ദുബായിലായിട്ടാണ്. അപ്പോൾ ചെങ്ങായി എന്തായാലും സ്പിൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. 8400 കോയിൻ ഉണ്ട്. അപ്പോൾ ടോട്ടലി ഇതിൽ 200 പ്ലേസ് ഉണ്ട്. വൈപ്പിണെങ്കിൽ 20,000 കോയിൻ വേണം, പക്ഷേ 8000 കോയിനുള്ളൂ. അപ്പോൾ ടാസ്ക്കാണ്. കഴിഞ്ഞ 2 പാക്ക് ഓപ്പണിങ് നമ്മൾ മൂഞ്ചിട്ടേക്കാണ്. ഈ പാക്കിൽ നമുക്കൊരു ഭാഗ്യം കൊണ്ടുവരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പെട്ടെന്ന് കിട്ടിക്കാൻ അത്ര അടിപൊളി 2 പ്ലേസ് ആൾക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ പാക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ എന്താവുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഫ്രീ ട്രൈ വെറുതെ കൊടുത്തു നോക്കാം. കൊടുത്തിട്ടുണ്ട്. ഫീച്ചേർഡ് കാർഡാണ് ഗൈസ്. തൊന്നപ്പുറത്തേക്ക് മാറിയത് CF ആണ്. യുക്രൈൻ്റെ ഓക്കെ ഡോയ്ബോയ്ക്കാണ് കേട്ടോ. ഡോയ്ബോയ്ക്ക് ഓക്കെ. സോ ഫസ്റ്റ് ടൈമിന് നമുക്ക് വെച്ചാൽ റോമയുടെ പ്ലെയർ അല്ലേ അവൻ. കറൻ്റ്ലി റോമയ്ക്ക് വേണ്ടി കളിക്കുന്ന പോകുന്നുണ്ടെങ്കിൽ റോമയല്ലേ? അതെ, റോമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഫസ്റ്റ് ടൈമിന് ഓനെ കിട്ടിയത് ഫ്രീ ട്രയൽ കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ കളികൾ. ഇപ്പോൾ നെറ്റ് വേർഡും ഗുള്ളിച്ചാണ് മെയിൻ ടാർഗറ്റ്. ഗുള്ളിച്ച് ട്രിക്ക് നോക്കാം നമുക്ക്. കിട്ടിക്കഴിഞ്ഞ ഭാഗ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഇതിന്ന് ആരെങ്കിലുമൊക്കെ എന്തായാലും കിട്ടാണ്ടിരിക്കുക. 8000 കോയിൻ ഉണ്ടല്ലോ. എന്തായാലും 2 പേരും ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പ്രതീക്ഷകൾ അതല്ലേ എല്ലാം. ഈ 2 പ്ലേസാണ് വേണ്ടത്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 തെറ്റി പോട്ടെ, കുഴപ്പമില്ല. സോ DMF ആടാ ഗൈസ്. DMF ആണ് ഫസ്റ്റ് ടൈമിനെ കിട്ടിക്കണേ. ലിവർപൂളിലെ DMF ഗ്രെവൻബർജ് ആണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ട്രൈനെ നമുക്കൊരു മുടിപ്പിക്കലാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ട്രൈ എന്തായാലും ഇപ്പോൾ ഇപ്രാവശ്യം അടിച്ചിട്ടില്ല. ടെൻഷൻ 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 ടെൻഷൻ. ഒരു ട്രൈ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും എനിക്ക് ടെൻഷൻ തുടങ്ങി. കാരണം എന്താ, കഴിഞ്ഞ 2 വട്ടം സ്പിന്നിൽ ഞാൻ മൂഞ്ചിച്ചു അങ്ങനെ വേണം പറയാൻ. 4 പേരും നമുക്ക് ഓരോ വട്ടം തൊട്ടിട്ട് സ്പിൻ ചെയ്ത് നോക്കാം. ഇതൊരു പുതിയ ട്രിക്കാണ് കേട്ടോ. 4 പേരും ഓരോ വട്ടം തൊടുക. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിക്കാം. സിംഗിൾ ടാപ്പിലാണ് സ്പിൻ കൊടുക്കുന്നത് കേട്ടോ. പ്രാവശ്യം 900. ഏടാ ഇവിടെ 2ാമത്തെ സ്പിന്ന് വേസ്റ്റായി. ആള് പറഞ്ഞത് ആൾക്ക് 8 പാക്ക് വന്നപ്പോൾ ആദ്യത്തെ 2 സ്പിന്നിലെ സാധനം കിട്ടിയതാ. ഇതിപ്പോൾ എനിക്ക് തന്നിട്ട് ഞാനും ഒരുമാതിരി കൊലച്ചതി ചെയ്ത പോലെ ആവൂലോ. ഇല്ലടാ, കിട്ടും. കിട്ടാണ്ട് എവിടെ പോവാൻ മുത്തേ. ഇനിയും കറക്കലുണ്ട്. 2 സ്പിന്ന്. ഒരു സ്പിന്നോണ്ട് തന്നെ ചരിത്രം മാറും. പിന്നെന്താ പേടിക്കാള്. സാധനം കിട്ടാണ്ട് എവിടെ പോവാനാ. നോക്കൊന്ന് ഫ്രണ്ടിക്കായെങ്കിൽ ഇത് കിട്ടിയായിരുന്നു. ഇത് ഇവന്മാർ കിട്ടിയോനോ തൊട്ടിട്ട് നോക്കിയാലോ. കിട്ടിയോനോ തൊടാദ്യം. എന്നിട്ട് നമുക്ക് വേണ്ട പ്ലേസ് 1 2 1 2 1 2. ഓക്കെ, ഇനി ഇവിടെ നിന്നും ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് ഇങ്ങനെ. ഓക്കെ, വേണ്ട പ്ലേസിനെ മാത്രം നോക്കിയാൽ മതി കേട്ടോ. വേണ്ട പ്ലേസിൻ്റെ മാത്രം ഡീറ്റെയിൽസ് നോക്കിയാൽ മതി. വേണ്ടാത്ത പ്ലേസിൻ്റെ തൊട്ട് നോക്കരുത്. ഓക്കെ, ബാക്ക് വരാം. 1 2 3. എൻ്റെ പൊന്നു പള്ളി, ഇത് എന്താണിത് എടാ. സാധാരണ നമുക്കൊരു 2-3 സ്പിൻ അടിക്കുമ്പോഴേക്കും ഏതെങ്കിലും ഒരെണ്ണം കിട്ടാറുണ്ട്. ഈ അടുത്ത് എന്ത് ഇങ്ങനെ, ഭഗവാനെ ദൈവമേ, എന്താ ഇത് കിട്ടണില്ലല്ലോ. എന്നാലും ഇതെന്താണിത് പൊസിഷൻ.
അന്ധവിശ്വാസമായി പോയി ഞാൻ ഫുള്ളിപ്പോൾ. അത് മതി. എപ്പിക്ക വിചാരിച്ചു പെട്ടെന്ന് ഫീച്ചേടെ ഞാൻ നിൽക്കണേ. എടാ 4 സ്പിന്ന് കഴിഞ്ഞു, ഒരു എപ്പി പോലും തന്നിട്ടില്ലടാ, ഒരു എപ്പിക്ക് പോലും തന്നിട്ടില്ല. ചിന്തിച്ചു നോക്കി ഇതിൻ്റെ അവസ്ഥ. എൻ്റെ പൊന്നെ, എടാ 4000 കോയിനുണ്ടാവല്ലോ, 8000 കോയിനുണ്ടായിരുന്നാ. എൻ്റെ ആളിയ എടാ വെറുപ്പിക്കല്ലടാ. എടാ വീണ്ടും ഫീച്ചേർഡ് അല്ലടാ എനിക്ക് വേണ്ടത്. ഫീച്ചേർഡ് തന്നിന്നെ മുടിപ്പിക്കല്ലേ. നിൽക്കട്ടോ, വെച്ച് നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. തൽക്കാലം ഇതിൻ്റെ ഫ്രീ ട്രൈ എടുത്തിട്ട് പോവാം. അവിടെ മൂഞ്ചി ആള് പറഞ്ഞു ഫ്രീ ട്രൈ എല്ലാം ഇറക്കിയിട്ടോ എന്ന് പറഞ്ഞു. അടുത്തത് ഇവിടെ ഇല്ല, മൂഞ്ചണതൊക്കെ ഇവിടെ മൂഞ്ചിട്ടോ. അപ്പോൾ അവിടെ പോയി എപ്പിക്ക് കിട്ടുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഞാൾ പറഞ്ഞത് ഇതിൽ ഫ്രീ ട്രൈ ഉണ്ട്, അത് ഒരെണ്ണം കൂടി ഇറക്കിയാൽ മറ്റേ സാധനം കിട്ടും, ഫ്രീ സെലക്ഷൻ കോൺട്രാക്ട് കിട്ടുമെന്ന് പറഞ്ഞത്. ഓക്കെ, ചാൻസിൽ 20 കഴിഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ ഭാഗമായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ തിരിച്ച് ഇതിലേക്ക് തന്നെ പോവാം. ഓക്കെ, വഴി തെറ്റിച്ച് വിട്ടുണ്ട്, ഇനിയും കിട്ടിയാൽ മതിയായിരുന്നു. ഷോട്ട് ഓവർ റേറ്റിംഗ് മതി, ഗുള്ളിച്ച് നെറ്റ് ബേഡ് മതി, സാധനം കിട്ടണം. സ്പിൻ ചെയ്യാൻ പോകാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 UCL for Real Madrid. ലെറ്റ്സ് ഗോ. കിട്ടി. എടാ റൈറ്റ് മിഡ്ഫീൽഡോ, എടാ ഇതാരത്? മാറ്. എനിക്ക് എപ്പിക്ക് വേണം, ഷോർട്ട് ടൈം അല്ല വേണ്ടത്, എപ്പിക്കാണ് വേണ്ടത്. ഗുള്ളിച്ചല്ലെങ്കിൽ നെറ്റ് ബേഡ്. ഓക്കെ, നെറ്റി. എടാ ഗുയിക്കൂറസിന് പറി. എടാ എന്താ ചെയ്യ? എടാ ഗുയിക്യൂറസ് വേണ്ടാ, റിലീസ് ചെയ്യില്ല, ഇതിൻ്റെ അല്ല, അതുകൊണ്ടാ. അല്ല എപ്പോഴും അവനെ തട്ടിയായിരുന്നു. കോൺസെൻട്രേഷൻ മാറിയപ്പോൾ കിട്ടിയത് മൂഞ്ചി. എൻ്റെ അളിയ ഗുള്ളിച്ചും നെറ്റ് ബേഡും സാധനം കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. പുറത്തരയ്ക്കും. എടാ ശോചനമായ അവസ്ഥ കേട്ടോ. ആകെ കിട്ടിയത് ആ സാധനത്തിനെ, ഉയിക്യൂറസിനെ. കളിയ 2 ട്രൈ ഉണ്ട്, 2 ട്രൈയിൽ സാധനം കിട്ടിയില്ലെങ്കിൽ കൊണാമി വിഷയാവും. ഇന്ന് എന്താണിത് ആൾക്കാരെ വെറുപ്പിക്കണേലൊരു ദയല്ലേ? മനുഷ്യനെ നാറിക്കാൻ വേണ്ടിയിട്ട് കിട്ടുവാൻ ഇട്ടിട്ട് നമുക്ക് നോക്കി നോക്കാം. കൊണു, ഫാദർ ഉണ്ടെങ്കിൽ തരണം, തന്ത ഉണ്ടെങ്കിൽ മാത്രം തരിക, അല്ലെങ്കിൽ വേണ്ട. എടാ LMF വേണ്ടാ. എടാ എന്തൊരു ചതിയനാടാ. എടാ കഴിഞ്ഞ 3 പാക്ക് ഓപ്പണിങ് ഇതും കൂടിയും കൂട്ടിയിട്ട് 1 ദുരന്തം അൾട്രാ പ്രോ മാക്സ് ആണ് ഞാനിപ്പോൾ. ചേട്ടാ എന്തുള്ള ഫീച്ചേഴ്സൊക്കെ എടുത്ത് തന്നിക്കണോടാ. എന്താ നോക്കട്ടെ ഇതിൽ ഫീച്ചർ കാർഡ് തൊള്ളേന്ന് എന്തെങ്കിലും വരുവിൻ്റെ. ഇത് നോക്കട ഫീച്ചേർഡ് കാർഡ് ഇനി ആകെ എത്ര 2 3 ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ഇത്രയാണ് ഫീച്ചേർഡ് കിടക്കണ. ഇനി ആദ്യം 100 കോയിൻ്റെ പടച്ച് നോക്കാം, 3 എന്നിട്ട് 900 ലാസ്റ്റ് ഒരു പടക്കം പൊട്ടിക്കണം. അതിലെൻ്റെ പ്രതീക്ഷ. അതിലൊരു ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഹാപ്പി എൻഡിങ്, അതർവൈസ് മൂഞ്ചൽ എൻഡിങ്. മച്ചാനെ ഈ പോക്ക് ശരിയല്ല, ഇത് ശരിയല്ല.
എല്ലായിടത്തും ഒരു പ്രതീക്ഷ ഉണ്ട്. അളിയ ലാസ്റ്റ് സ്പിന്നാട്ടോ ഇത്. ഇതിലെനിക്ക് കിട്ടണം. കിട്ടിയതിൻ്റെ കോണോ കിട്ടൂടാ. പോയി തോന്നുന്നുണ്ടല്ലേ. ഓ എടാ മുസിയല്ലേ, എന്തിനാടാ നാറികളെ. 2 എപ്പിക്ക് വേണ്ട കൊടുത്ത് 2 ഷോർട്ട് ടൈം എടുത്താൽ നിൽക്കണമാര്. എന്ത് പണ്ണി. എടാ എന്ത് ഗതിയാടത്. 2 ഷോർട്ട് ടൈം കഴുത്ത് നിൽക്കൊണ്ട് തേങ്ങ. എടാ മൂഞ്ചിക്കണേ ഒരു അറുതിയില്ലടാ. ഇവന്മാരെന്ത് തേങ്ങ. എടാ 3ാമത്തെ വട്ടാട് അടുപ്പിച്ച് ഒരു മൂഞ്ചല്. എടാ ഒരു എപ്പിക്ക് കിട്ടിയില്ല. 2 ഷോർട്ട് ടൈം വന്നിരിക്കണു. ഈ 2 എണ്ണല്ല വേണ്ട, മറ്റ 2 എണ്ണ ഗുള്ളിച്ചു നെഡ്വേഡ് അപ്പുറത്ത് കിടക്കണു. ഇജാതി ശോകം പിടിച്ച ബാക്കോപ്പടിയും ഗൈസ്. അപ്പോൾ എന്തായാലും മൂഞ്ചി ഉണ്ട്. എടാ ജെസ്സിൽ ബ്രോഡത്തിന് ഞാൻ എന്ത് പറയും. തേങ്ങ എല്ലാം കൊണ്ട് കളഞ്ഞട ഈ നാറികൾ. ഇപ്പോൾ ഗൈസ് നിർത്താണ്. എനിക്ക് വെയ്യാണ്ടേ, മെൻ്റലി തളർത്തിയാവന്മാർ. ഇനി എന്താ ചെയ്യുക. എടാ ഗുയിക്യൂറസും മുസിയാലും എടുത്ത് നിൽക്കണ ഗുള്ളിച്ച്. ഗൈസ് അപ്പോൾ ശരി കേട്ടോ. ബൈ. നടപടിയാവില്ലത്.